നമസ്കാരം. ആദായനികുതി ഫയൽ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ആവശ്യമില്ല. അത് ഈ രാജ്യത്തെ പൗരന്മാർ എന്ന നിലയിൽ നമ്മുടെയൊക്കെ കടമയാണ്. കൃത്യമായ സമയത്ത് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആദായനികുതി സമർപ്പിച്ചാൽ അത് എക്കാലവും നമുക്ക് ഗുണകരമാണ്. പറഞ്ഞു വരുന്നത്, എല്ലാ വർഷത്തെയും പോലെ ആദായനികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട തീയതി അടുത്തിരിക്കുകയാണ്. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായനികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. 2025-26 വർഷത്തേക്ക് നീട്ടിയിരിക്കുകയാണ് നിലവിൽ. അതുകൊണ്ട് തന്നെ ഇനി തീയതി നീട്ടാൻ സാധ്യത ഇല്ലാത്തതിനാൽ കൃത്യമായി തന്നെ ഓരോ റിപ്പോർട്ടുകളും സമയത്തിന് സമർപ്പിച്ചില്ലെങ്കിൽ 8ന്റെ പണിയുറപ്പ്. മറക്കാതെ ഫയൽ ചെയ്യാൻ എല്ലാവരെയും IT വകുപ്പ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പുതുക്കിയ ITR ഫയലിംഗ് അവസാന തീയതിക്ക് ശേഷം വൈകുന്നത് പിഴകളും പലിശ നിരക്കുകളും ഈടാക്കാൻ കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ സർക്കാർ അനുവദിച്ചിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ പ്രക്രിയകൾ സമയബന്ധിതമായി പൂർത്തിയാക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ നഷ്ടങ്ങളായിരിക്കും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ITR ഫയൽ ചെയ്യുന്നതിനുള്ള അവസാന തീയതി 2025 ജൂലൈ 31 എന്നാൽ പിന്നീട് 2025 സെപ്റ്റംബർ 15 വരെ നീട്ടി. എന്നാൽ ഓഡിറ്റ് ഉള്ളവർക്കും ഓഡിറ്റുള്ള പാർട്ണർഷിപ്പ് കമ്പനികളിലെ പാർട്ണർമാർക്കും ഒക്ടോബർ 31 വരെ ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യാൻ സമയമുണ്ട്. എങ്കിലും വ്യക്തിഗത നികുതിയും പ്രൊഫഷണലുകളുടെ നികുതിയുമൊക്കെ ഫയൽ ചെയ്യാൻ സെപ്റ്റംബർ 15 വരെ മാത്രമേ അവസരം ലഭിക്കുകയുള്ളൂ. മിക്ക വ്യാപാരികളും വൈകി ഇൻകം ടാക്സ് റിട്ടേണിംഗ് ചെയ്യുമ്പോൾ അത് ഒടുവിൽ പിഴയിലാണ് ചെന്ന് എത്തുന്നത്. സെക്ഷൻ 139(1) പ്രകാരം ഒറിജിനൽ റിട്ടേൺ സമർപ്പിക്കേണ്ട അവസാന തീയതിയിൽ നികുതിദായകർക്ക് വീഴ്ച സംഭവിച്ചാൽ വൈകിയ ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യാം. അത്തരമൊരു റിട്ടേൺ 2025 സെപ്റ്റംബർ 31 വരെ മാത്രമേ സമർപ്പിക്കാനും ബഹിഷ്കരിക്കാനും കഴിയുകയുള്ളൂ. എന്നാൽ ഇതിന് നിരവധി പിഴകൾ IT വകുപ്പ് നിങ്ങളിൽ നിന്നും ഈടാക്കും. അതായത് സെക്ഷൻ 234A പ്രകാരം അടയ്ക്കാത്ത നികുതി തുകയ്ക്ക് പ്രതിമാസം 1% നിരക്കിൽ അല്ലെങ്കിൽ ഭാഗികമായി പ്രതിമാസം പലിശ നൽകാൻ ഒരാൾ ബാധ്യസ്ഥനായിരിക്കും. കൂടാതെ സെക്ഷൻ 234F പ്രകാരം മൊത്തം വരുമാനം 5 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ 5000 രൂപയും, മൊത്തത്തിലുള്ള വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ 1000 രൂപയും വൈകിയ ഫീസായിട്ട് ഇൻകം ടാക്സ് ഈടാക്കും. കൂടാതെ മൂലധനം, മുന്നോട്ട് കൊണ്ടുപോകൽ, ബിസിനസ് നഷ്ടങ്ങൾ, 10A, 10B, 80IC, 80ID എന്നിവയ്ക്ക് കീഴിൽ ഇൻകം ടാക്സ് ഓരോ വ്യാപാരികൾക്കും നൽകുന്ന ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ നഷ്ടമാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.